നമുക്കും യേശുനാമത്തിലുള്ള സ്നേഹമായിരിക്കുന്നു. സമയത്തേക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങിവന്ന് കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആ 70 പേരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയണമെങ്കിൽ ആ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെരുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായിട്ട് അയച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കർത്താവ് നിയമിച്ചവരാണ് ആ 70 പേരെ. അവർ കടന്നുപോയി എൻ്റെ വന്ന കർത്താവിനോട് പറഞ്ഞ വാക്യമാണ്, കർത്താവെ മടങ്ങി വന്ന് സന്തോഷത്തോട് പറഞ്ഞാണ്, കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ കീഴടങ്ങുന്നു. നമുക്ക് അവരെ എന്തിനു വേണ്ടി അയച്ചെന്നുള്ളത് വന്നെങ്കിൽ നമുക്ക് ആ 9-ാം വാക്യം വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ കടന്നുപോയി ആ ദേശത്തെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു അവരോട് പറയാൻ വേണ്ടിയാണ് കർത്താവ് അവരെ അയച്ചത്. അതായത് അവർ കടന്നുപോയി ആ കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞ പ്രവൃത്തി ചെയ്ത് മടങ്ങി സന്തോഷത്തോടെ മടങ്ങി വന്നാണ് ഈ കർത്താവിനോട് പറഞ്ഞ ഭൂതങ്ങളും ഞങ്ങൾക്ക് നിന്റെ നാമത്തിൽ കീഴടങ്ങുന്നത്. അവരോട് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അവരുടെ രോഗികളെ സൗഖ്യമാക്കുക, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു പറയാൻ ആണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് വീണ്ടും അവർ അവിടെ ചെന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കി ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടി അവരിൽ നിന്നപ്പോൾ അവിടുത്തെ ഭൂതങ്ങളും അവർക്ക് യേശുവിന്റെ നാമത്തിൽ അവർ കീഴടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവരുടെ സന്തോഷത്തോടെ മടങ്ങി വന്ന ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. അതാണ് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി സ്തോത്രം 16-ാം അധ്യായം 16-ാം വാക്യം നോക്കുമ്പോൾ, ആമേൻ, സ്തോത്രം. ഒരു പൗലോസ് ശിലാസും പ്രാർത്ഥനാ സമയത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാർത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്തു ബാല്യക്കാരത്തെ അവരെ എതിരേറ്റ് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പിന്നാലെ ഈ ബാല്യക്കാരത്തെ ഇറങ്ങി നിന്നിട്ട് ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷമാർഗം നിങ്ങളോട് അറിയിക്കുന്ന പല ദിവസം ഇങ്ങനെ അവരുടെ പിന്നാലെ നടന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പല ദിവസം അയക്കുമ്പോൾ പൗലോസ് മുഷിഞ്ഞ് അവളെ തിരിഞ്ഞു നോക്കി അവളോട് പറഞ്ഞു, അവളുടെ ഭൂതത്തോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ആ സമയം തന്നെ അവളിലെ ഭൂതം വിട്ടുമാറിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത്, അവർ വന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറുന്നതായിട്ടാണ് അവർ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ചില പ്രത്യേകതകൾ മാത്രം പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ആമേൻ, യേശുക്രിസ്തു നാമത്തിൽ അന്നേരം ഭൂതങ്ങൾ വിട്ടുമാറും. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം കാണുമെങ്കിലും ഹല്ലേലൂയ ഒരിക്കൽ പത്രോസും യോഹന്നാനും കൂടെ ഹല്ലേലൂയ 9 മണി പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ അവിടെ പലരും ചേർന്ന് ചുമന്നുകൊണ്ട് അവിടെ കൃഷി അയക്കാൻ കൊണ്ടുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നവരുടെ കൃഷി അയച്ച് അവൻ ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവരോട് പത്രോസും യോഹന്നാനും കടന്നു വരുന്ന കണ്ടുകൊണ്ട് അവരോട് അവൻ കൃഷി യാചിച്ചു. അന്നേരം പത്രോസും യോഹന്നാനും അവരെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെ നോക്കുവാൻ പറഞ്ഞു. അവന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച അവനെ നോക്കിയപ്പോൾ പറഞ്ഞു, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വെള്ളിയും പോലും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവന്റെ കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നിമിഷം തന്നെ അവന്റെ നരിയാണികളും അല്ലെങ്കിൽ കാല് കുറച്ച് അവൻ കുതിച്ചാടി കർത്താവിനെ സ്തുതിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ രോഗികൾ സൗഖ്യമാവും, യേശുക്രിസ്തു നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അവൻ അമ്മയുടെ ഗർഭം മുതൽ അല്ലെങ്കിൽ അവൻ മുടന്തനാണ്. ഹല്ലേലൂയ. ആ വാക്യം തന്നെ അവിടെ വായിച്ചു നോക്കുമ്പോൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന് ഏകദേശം 40 വയസ്സോളം പ്രായമുള്ളവരാണ്. ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അമ്മയുടെ ഗർഭം മുതൽ 40 വർഷമോളം അവൻ മുടന്തനായിരുന്നവനാണ്. ഒരു വൈദ്യനാലും അവനെ സൗഖ്യമാക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. മറ്റുള്ളവരെല്ലാം അവനെ കുറിച്ച് വിചാരിക്കുന്ന അവൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ ജീവിതകാലം വരെ അല്ലെങ്കിൽ മരിക്കുന്നവരെ അവൻ ഈ മുടന്തനായി തന്നെ ജീവിച്ച് മരിക്കുന്ന ആഗ്രഹിച്ച എല്ലാവരും കരുതിയിരിക്കുന്നതാണ്. മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞതാണ്. ഹല്ലേലൂയ. അവിടെയാണ് യേശുക്രിസ്തു നാമത്തിലുള്ള സൗഖ്യം വ്യാപിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാണെന്ന് പറഞ്ഞ് അവന് കരം പിടിച്ചപ്പോൾ അവന് സൗഖ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അന്നേരം ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ നാമത്തിന് ശക്തിക്ക് ഒന്നും കുറവില്ല. ഈ പകൽക്കാലം ഇവിടെ നമ്മുടെ മനസ്സിലും ആ ശക്തിക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും രോഗികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അമ്മയുടെ ഉദരം മുതലാണെങ്കിൽ വൈദ്യശാല
വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞാണെങ്കിലും ആ നാമത്തിൽ ഇന്ന് പോലെ കാലവും സൗഖ്യവും വിടുതലും സംഭവിക്കും. അത് ഏറ്റെടുക്കുന്നവർക്ക് യേശുക്രിസ്തു നാമത്തിലുള്ള സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ആ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നാമം രക്ഷിക്കുന്ന നാമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി തന്നെ 4:12 വാക്യത്തിൽ കാണുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ, സ്തോത്രം. ആ നാമം രക്ഷിക്കുന്ന നാമം മാത്രമല്ല, ആ നാമം പാപമോചനം നൽകുന്ന നാമം കൂടാണ്. ഹല്ലേലൂയ. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10:43 കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്ന സകല പ്രവാചകന്മാരും സാക്ഷി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ആ നാമത്തിൽ ഹല്ലേലൂയ രക്ഷയുണ്ട്, ആ നാമത്തിൽ പാപമോചനമുണ്ട്. ആമേൻ, സ്തോത്രം. വീണ്ടും നമുക്ക് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർ 2:9 പറയുന്നു ആ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിച്ച് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ ആ നാമം ഹല്ലേലൂയ സ്വർലോകത്തെ ഭൂലോകത്തെ ഹല്ലേലൂയ അധോലോകത്തെ മുഴങ്ങാൻ മടങ്ങുന്ന നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വചനത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നുകൂടി വചനത്തിൽ കാണുന്നുണ്ട് അത് ശുദ്ധീകരണവും നീതീകരണവും തരുന്ന നാമമാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നാമം തന്നെ ശുദ്ധീകരണം നൽകുന്ന നാമമാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഹല്ലേലൂയ വചനത്തിൽ വായിച്ചു വരുമ്പോൾ എഫെസ്യർ 5:20 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് സ്തോത്രം ചെയ്യേണ്ട നാമമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവരെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോടെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് വീണ്ടും ഹല്ലേലൂയ ആ നാമത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും ചെയ്യാനുള്ള നാമമാണ്. അത് കൊലോസ്യർ 3:17 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാക്കിനാലോ ക്രിയയോ എന്ത് ചെയ്താലും നാം സകലവും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നേരം അത് അതിലെ സകലവും ചെയ്യാനുള്ള നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. വീണ്ടും നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് അപേക്ഷിക്കുന്നൊക്കെ ചെയ്തു തരുന്ന നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:14 വായിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ അപേക്ഷിച്ചാൽ കിട്ടത്തില്ല. അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 15:7 വാക്യത്തിൽ നമുക്ക് കാണാനുണ്ട് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണാൻ കഴിയുന്നത്. അന്നേരം നമ്മൾ കർത്താവിലായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മളിലായിരുന്നാൽ നമ്മൾ അപേക്ഷിക്കുന്നൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ ലൂക്കോസിന്റെ വിശേഷം തന്നെ ഹല്ലേലൂയ 10-ാം വീണ്ടും വായിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയുന്നുണ്ട് അവർ കടന്നു വന്ന് ഭൂതങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ കീഴടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് പറയുന്നുണ്ട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിക്കുന്നതിൽ സന്തോഷിക്കുന്നു പറയുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ പലരും കർത്താവ് ചിലപ്പോൾ സൗഖ്യമായിരിക്കും, രോഗികൾ സൗഖ്യമായിരിക്കും, ഭൂതങ്ങൾ വിട്ടുമാറിയിരിക്കും. നാം അതിനൊന്നുമല്ല സന്തോഷിക്കേണ്ടത്, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന സന്തോഷിക്കാനാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്വർഗത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരുടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 7:21 വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നോട് കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല കർത്താവായ എൻ്റെ ഏവനുമല്ല സ്വച്ഛനായ ദൈവത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനൊക്കെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് സ്വർഗരാജ്യത്തിൽ കടക്കുമെന്നാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ 1 Thessalonians 4:3 പറയുന്നുണ്ട് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഒരു പിതാവിൻ്റെ ഇഷ്ടമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കടന്നു പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുമെന്ന് നോക്കിയാൽ ഹല്ലേലൂയ കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരണം പ്രാപിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീരുന്നത് കർത്താവിനെ പറയുന്നത് നമുക്ക് കേൾക്കാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാലും നമ്മളെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തിട്ടാണ് അന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. അന്ന് കർത്താവ് പറയുന്നുണ്ട് അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നതിനെ എന്നെ വിട്ടുപോയി എന്ന് തീർന്നു പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം നമ്മൾ ഹല്ലേലൂയ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് അവരും ഭൂതങ്ങളെ പുറത്താക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത് എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. കർത്താവ് അവരോട് പറയുന്നത് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. അല്ലെങ്കിൽ നമുക്കും ഈ പൽക്കാലം നമുക്കും ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ശബ്ദത്തിൽ എഴുതിയിട്ടുണ്ടോ അതിലെഴുതുക, അതോ നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നുണ്ടോ, അതോ കർത്താവ് നമ്മളെ തള്ളിക്കളയും നിന്നെ ഞങ്ങൾ അറിയുന്നില്ലെന്ന് പറയുന്നു എന്ന്
എന്താണ് നമ്മളെക്കുറിച്ചുള്ളത് അന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പോയിക്കാലം അല്ലെങ്കിൽ നമ്മൾ സ്വയം ശോധന ചെയ്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ശുദ്ധീകരണം നീതീകരണം പ്രാപിച്ച് ആ സ്വർഗത്തിൽ പേരിട്ടിരിക്കുന്നതായി കാണപ്പെടുന്ന നമ്മളെ ഓരോരുത്തരെ കർത്താവ് സഹായിക്കട്ടെ. യുവജനങ്ങൾ കർത്താവ് നമ്മളെ നീക്കിയിരിക്കട്ടെ. പ്രാർത്ഥിക്കും.